മക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മുടെ പുതിയ ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ചാപ്റ്ററിൽ ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അങ്ങനെ പൊതുവെ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് ഒന്നും അത്ര പ്രശ്നക്കാരനല്ല. ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫിസിക്സ്. അതിൽ തന്നെയാണെങ്കിൽ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ചാപ്റ്റർ ആണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സോ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലേക്ക് കടക്കാം. നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് മാക്സ്വെൽ ഫൗണ്ട് പ്രോബ്ലം വിത്ത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. സോ അല്ലെങ്കിൽ ആംബിയേഴ്സ് ലോയിൽ ഒരു പ്രോബ്ലം കണ്ടെത്തി. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ആംബിയർ ലോ, ആംബിയേഴ്സ് ലോ അല്ലെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം എന്താണ്, ഇത് എന്താണ് ആക്ച്വലി നോക്കാം മക്കളെ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. ഒരു കണ്ടക്ടറാണ്, അതിലൂടെ ഐ എന്നൊരു കറണ്ട് കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന് ചുറ്റും എന്താ ഉണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ശരിയല്ലേ? ഇതിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പോണേ, ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കടന്നു പോകുന്ന ഡയറക്ഷൻ നമ്മൾ തമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് മടക്കുന്നത് ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോണത്. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇവിടെയാണെങ്കിലോ ഔട്ട്വേർഡ് ദ പ്ലെയിൻ ആണ്, പ്ലെയിന് പുറത്തേക്കാണ്. നമ്മൾ അല്ലാതെ വരച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകും. അവിടെ അകത്തേക്ക് കിടക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കിടക്കും, ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ ആണോ? സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് വേണം, നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേണം. സോ ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലൂടെ ഐ എന്നൊരു കറണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ് ആർ അകലെയുള്ള ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. ഈ പോയിന്റ് പിയിലെ ആരെ കണ്ടെത്തണം, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. സോ അതിനുവേണ്ടി നമുക്ക് ആംബിയേഴ്സ് ലോ അല്ലെങ്കിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾ പറയണം സർ ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൂപ്പിനെ കൺസിഡർ ചെയ്യണം. ഈ ലൂപ്പിനെ വിളിച്ച പേരായിരുന്നു ആംബിയൻ ലൂപ്പ്. ആംബിയൻ ലൂപ്പിന്റെ ഒരു കുറച്ച് ഭാഗമാണ് ഡി എൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആംബിയൻ ലൂപ്പ് ഈ പറയുന്ന ഇക്വേഷൻ അനുസരിക്കും. ഏത് ഇക്വേഷൻ ആണ്, ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. ഈ ഇക്വേഷൻ ആരനുസരിക്കും, നമ്മുടെ ഈ ആംപീരിയൻ ലൂപ്പ് അനുസരിക്കും. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബി എ പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ ആയിരുന്നു. സോ നമുക്കാണെങ്കിൽ അറിയാം ഇത് ഡി എൽ എന്ന് പറയുന്ന ചെറിയ എലമെന്റ് ആണ്. ഇന്റഗ്രൽ ഡി എൽ എന്ന് എന്താണ്, ആകെ ആംബിയൻ ലൂപ്പിന്റെ ലെങ്ത് ആണ്. അത് എത്രയാണ്, ഇതിന്റെ സർക്കംഫറൻസിന് ഈക്വൽ അല്ലേ, ആണ്. ഇതിന്റെ സർക്കംഫറൻസിന് ഈക്വൽ ആണ്. സോ നമ്മൾ പറയും ബി ഇൻറ്റു 2πr. കണ്ടോ, ആകെ സർക്കംഫറൻസ് ആണ് ആകെ ലെങ്ത് എന്ന് പറയുന്നത്, ആംബിയൻ ലൂപ്പിന്റെ ആകെ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ. സോ ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് ഇവിടെ കൊണ്ടുപോവാം, μ0 ടൈംസ് ഓഫ് ഐ ഡിവൈഡ് ബൈ 2πr. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആംബിയേഴ്സ് ലോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടെത്താം. ഇതായിരുന്നു ഏത് ലോ, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. അതായത് ഇത് പറയുന്നത് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ദ നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ്. സോ ഈ ഒരു ലോ വെച്ചിട്ട് ആംപിയർ ആണ് എന്ത് ചെയ്തു, കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്താണ് മാക്സ്വെൽ ഒരു പ്രശ്നം കണ്ടെത്തിയത്. ഈ ലോയിൽ ഒരു പ്രശ്നം ആര് കണ്ടെത്തി, മാക്സ്വെൽ കണ്ടെത്തി. ഓക്കെ ആണോ? നമുക്ക് നോക്കാം മാക്സ്വെൽ എന്ത് പ്രശ്നമാണ് ഈ ലോയിൽ കണ്ടെത്തിയത് നോക്കാം. അതിനുവേണ്ടി മാക്സ്വെൽ എടുത്തത് ഒരു കപ്പാസിറ്റർ ആണ്. ഇത് കപ്പാസിറ്റർ ആണ്, സി എന്നൊരു കപ്പാസിറ്റർ എടുത്തു. അദ്ദേഹമാണെങ്കിൽ ഒരു എ സി സോഴ്സുമായിട്ട് ബന്ധിപ്പിച്ചു. ഓക്കെ ആണോ? എ സി സോഴ്സുമായിട്ട് ഈ സി എന്ന കപ്പാസിറ്ററിനെ ബന്ധിപ്പിച്ചു. അതിനുശേഷം ഉറപ്പായിട്ടും ഇതിൽ കറണ്ട് കടന്നു പോകും. ഐ എന്നൊരു കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്, അതേമാണെങ്കിൽ ഇവിടെ നിന്നും ആർ അകലെയുള്ള ഒരു പോയിന്റ് എടുത്തു. ഉണ്ടോ, ആർ അകലെയുള്ള ഒരു പോയിന്റ് എടുത്തു. സോ പോയിന്റ് പേരാണ് പോയിന്റ് പി.
സോ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. ഈ പോയിന്റ് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അതേ ഉറപ്പായിട്ടും ഏത് ലോ ഉപയോഗിക്കും? ആംപിയേഴ്സ് ലോ ഉപയോഗിക്കും. സോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആയിരുന്നു. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതിലൂടെ I എന്ന കറണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ R ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആംപിയർ ലൂപ്പിനെ കൺസിഡർ ചെയ്യേണ്ടടാ വേണം. സോ അദ്ദേഹം ഇവിടെയും ഒരു ആംപിയർ ലൂപ്പിനെ കൺസിഡർ ചെയ്തു. കണ്ടോ? ഇതാണ് ആംപിയർ ലൂപ്പ്. ഞാൻ ലൂപ്പിന് പേര് കൊടുത്തു, 1 എന്ന ലൂപ്പ് കൊടുത്തു. അതിനുശേഷമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ആംപിയർ ലൂപ്പ് ഏത് ഇക്വേഷൻ അനുസരിക്കണം? B ഡോട്ട് dl വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I എൻക്ലോസ്ഡ്. ഏത് കറണ്ടാണ് കടന്നുപോയെ? ആംപിയർ ലൂപ്പിന്റെ ഉള്ളിലൂടെ കടന്നുപോയ കറണ്ട് ഇവിടെ I ആയിരുന്നു. നമുക്ക് ബി എ പുറത്തെടുക്കാം. ബി എ അദ്ദേഹം പുറത്തെടുത്തു. ഇന്റഗ്രൽ dl വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I. ഇത് ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞു എത്രയാണത്? 2πr തന്നെയാണ്. ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് എത്രയാണ്? ആംപിയർ ലൂപ്പിന്റെ ആകെ ലെങ്ത് 2πr ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I. ബി വിച്ച് ഈസ് ഈക്വൽ ടു അദ്ദേഹത്തിന് കിട്ടി μ0 ടൈംസ് ഓഫ് I ഡിവൈഡ് ബൈ 2πr. എല്ലാം ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല. ഇവിടെയല്ല പ്രശ്നം ഉണ്ടാവുന്നത്. അതേമാണെങ്കിൽ ഈ ആംപിയർ ലൂപ്പിനെ ആണെങ്കിൽ മറ്റൊരു രീതിയിൽ എടുക്കാൻ തുടങ്ങി. കണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത പേജ് കാണിച്ചു തരാം. ഇവിടുത്തെ പോയിന്റിൽ കണ്ടുപിടിക്കണമായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമായിരുന്നു. അതേ എന്ത് ചെയ്തു? ആംപിയർ ലൂപ്പിനെ ഇങ്ങനെ എടുത്തു. ഇവിടെ ആംപിയർ ലൂപ്പ് എങ്ങനെ എടുത്തേ? ഈ 2 എന്ന ആംപിയർ ലൂപ്പ് എങ്ങനെ എടുത്തേ? ഞാൻ എ സി കറണ്ട് കടത്തിവിടുകയാണ്. ഈ 2 എന്ന ആംപിയർ ലൂപ്പിനെ എങ്ങനെ എടുത്തത്? നമുക്ക് ഈ പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പം ഈ ലൂപ്പിനെ എടുത്തേക്കുന്നത് എങ്ങനെയാണ്? കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെയാണ് എടുത്തിരിക്കുന്നത്. കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെയാണ്. സോ കപ്പാസിറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ ആരാ ഇരിക്കുന്നത്? എയർ ആണ്. ഒരിക്കലും എയറിലൂടെ കറണ്ട് കടന്നു പോവുകയില്ല. ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ? ഇല്ല. എയറിലൂടെ എന്താണ് കണ്ടക്ടർ ഉണ്ടോ? അവിടെ ഇല്ല, എയർ ആണ്. അതിലൂടെ കറണ്ട് കടന്നു പോയില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇവിടെ ലൈൻ ഇന്റഗ്രൽ B ഡോട്ട് dl വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I എന്ന് പറഞ്ഞാൽ ഐന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഐന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ഇവിടെ കറണ്ട് ഉണ്ടോ? ഇവിടെ നോ കറണ്ട്. ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആംപിയർ ലൂപ്പിന്റെ ഉള്ളിലൂടെ ആര് കടന്നു പോകുന്നില്ല? കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെങ്ങനെ ശരിയാവും? ഒരു രീതിയിൽ നിങ്ങൾ ലൂപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ബീന് വാല്യൂ ഉണ്ട്. നിങ്ങൾ ലൂപ്പ് 1 എടുത്തപ്പോൾ ബീന്റെ വാല്യൂ μ0 I ഡിവൈഡ് ബൈ 2πr എന്ന് കിട്ടി. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങൾ ലൂപ്പ് എടുത്തപ്പോൾ അവിടെ ബീന്റെ വാല്യൂ നിങ്ങൾക്ക് 0 എന്ന് കിട്ടി. അതെങ്ങനെ ശരിയാവും? ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 2 വ്യത്യസ്ത രീതിയിൽ കണ്ടുപിടിച്ചപ്പോൾ 2 ആൻസർ വന്നു. ഇത് ശരിയല്ലല്ലോ. മാക്സ്വെൽ പറഞ്ഞു ഇത് ശരിയല്ലല്ലോ, ഇതിനകത്ത് എന്തുണ്ട്? മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഈ ലോയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെയാണ് മാക്സ്വെൽ എന്ത് കണ്ടെത്തിയത്? പ്രോബ്ലം കണ്ടെത്തിയത്. സോ മാക്സ്വെൽ ഫൗണ്ട് പ്രോബ്ലം വിത്ത് ആംപിയേഴ്സ് ലോ. ഈ കാര്യം മനസ്സിലായോടാ? മാക്സ്വെല്ലിന് ഒരു കാര്യം മനസ്സിലായി, ആംപിയർ സർക്യൂട്ട് ലോയിൽ ഒരു തകരാറുണ്ട്, ഒരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശരി, അപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുകയും വേണം. ശരിയല്ലേ? ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം. അദ്ദേഹമാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചു. നോക്ക്, അദ്ദേഹം ചെയ്ത് ഇങ്ങനെയാണ്. അദ്ദേഹം മനസ്സിലാക്കി ഇവിടെയാണെങ്കിൽ കപ്പാസിറ്ററാണ്, ഞാൻ ഇവിടെ കൊടുക്കുന്നത് AC ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ പഠിച്ചായിരുന്നു. AC കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടക്കുന്നു പഠിച്ചായിരുന്നു അല്ലേ? അവിടെ നമ്മൾ പഠിച്ചു കണ്ടിന്യൂസ് ചാർജിങ്ങും ഡിസ്ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ആദ്യമേ ഈ പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ അടുത്ത നിമിഷം ഈ പ്ലേറ്റ് എന്നിട്ട് മാറും, നെഗറ്റീവ്ലി ചാർജ് ആകും. ഈ പ്ലേറ്റ് ഇപ്പോൾ നെഗറ്റീവ്ലി ചാർജ് ആണെങ്കിൽ അടുത്ത നിമിഷം ഇത് പോസിറ്റീവ്ലി ചാർജ് ആവും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആണ് എങ്കിൽ അടുത്ത നിമിഷം എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് തലതിരിയും. അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഡയറക്ഷൻ മാറുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. കാര്യം കൊടുക്കുന്നത് എന്താണ്? AC ആണ്. സോ AC ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ആരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും? സമയം മാറുന്ന അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇതിന് മനസ്സിലായി, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ ടൈം വേരിയിങ് ആണ്. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്?
ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചതാണ് ഇ ഡോട്ട് ഡി എസ്. ഓർമ്മയുണ്ടോ മക്കളെ? ഡി ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്, അല്ലെങ്കിൽ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ ആകെ ഏരിയ ആണ്. അപ്പൊ നോക്കി ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. സോ ഇലക്ട്രിക് ഫീൽഡ് ടൈം വേരിയിങ് ആണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഏരിയ ആണ് എന്തെന്ന് പറയണത്? എ എന്ന് പറയണത്. സോ ഇലക്ട്രിക് ഫീൽഡ് ടൈം വേരിയിങ് ആണെങ്കിൽ ഉറപ്പായും ആരും ടൈം വേരിയിങ് ആയിരിക്കും, ഫ്ലക്സും ടൈം വേരിയിങ് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫ്ലക്സ് ടൈം വേരിയിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എ സി കൊടുക്കുമ്പോൾ ഇതിനകത്തുണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നവയാണ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്, ആണോ? മാഗ്നറ്റിക് ഫ്ലക്സിനെ പറ്റിയല്ല, ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് ഇലക്ട്രിക് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്, ഫൈ ഇ എന്ന് എഴുതാൻ പോവാം. അപ്പോൾ സംശയം ഉണ്ടാവത്തില്ലല്ലോ, ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ ആണോ? സോ അതിന്റെ മീനിങ് എന്താണ്? ഞാൻ എ സി ആണ്, ടൈം വേരിയിങ് കറണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് എങ്ങനെയാ മക്കളെ? ആ ടൈം വേരിയിങ് ഫ്ലക്സ് ആണ്, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ശരി. ഇനി നമുക്കറിയാം കപ്പാസിറ്ററിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. കപ്പാസിറ്ററിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പഠിച്ചതാണ് സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. ഒരു കപ്പാസിറ്ററിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓക്കെ, ഈ എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ഡിവൈഡ് ബൈ എ അല്ലേടാ? ആണ്, ക്യൂ ഡിവൈഡ് ബൈ എ ആണ് സിഗ്മ. ഇനി ഇതുണ്ട് എപ്സിലോൺ സീറോ എന്ന് എഴുതി. സോ സിഗ്മ എന്താണ്? ക്യൂ ഡിവൈഡ് ബൈ എ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, ഇവിടെയാണെങ്കിൽ നമുക്ക് ക്യൂവിനെ കണ്ടെത്താൻ പറ്റും. സോ ഞാനാണെങ്കിൽ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന് ഇവിടെ കൊണ്ടുപോവാം. അപ്പോൾ നമുക്ക് കിട്ടും എപ്സിലോൺ സീറോ ഇൻറ്റു ഇ എന്ന് കിട്ടും. മക്കളെ എന്താടാ ഇ എന്ന് പറയുന്നത്? ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സ് ആണ്, ഇലക്ട്രിക് ഫ്ലെക്സ് ആണ്. സോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഇതെന്താണ്? ഇലക്ട്രിക് ഫ്ലെക്സ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഇലക്ട്രിക് ഫ്ലെക്സ് ആണ്. അങ്ങനെയെങ്കിൽ നോക്കേ, നിങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ് ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? എപ്സിലോൺ സീറോ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആര് ചേഞ്ച് ചെയ്യണം? ഉറപ്പായിട്ടും ആര് ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണ് ഇത് ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി. ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇവിടെയാണെങ്കിൽ എപ്സിലോൺ സീറോ ഇൻറ്റു എത്ര കിട്ടും? ഡി ഫൈ ഇ ഡിവൈഡ് ബൈ ഡി ടി കിട്ടത്തില്ലേടാ? കിട്ടത്തില്ലേ? ഞാൻ ഇവിടെ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്? ഇത് കറണ്ട് ആണ്. ഇതെന്താണ് മക്കളെ? കറണ്ട് ആണ്. നോക്കടാ, ഇതെന്താണ്? കറണ്ട് ആണ്. സോ കറണ്ട്, ഇത് കറണ്ട് ആണ്. ഇത്രയും ഭാഗം എന്താണ്? കറണ്ട് ആണ്, കറണ്ട് ആണ് ഐ. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഇതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഉറപ്പായും ഇലക്ട്രിക് ഫ്ലക്സ് സമയത്തനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് സമയത്തനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇവിടെ എന്തുണ്ടാവുന്ന പറഞ്ഞേ? ഇതിലൂടെയാണെങ്കിൽ ഒരു കറണ്ട് ഒഴുകും, ഒരു കറണ്ട് ഒഴുകും. അതായത് ചാർജ് ഇല്ലാതെ ചാർജ് ഒഴുകുകയാണ്. അവിടെ ചാർജ് ഒഴുകാൻ പറ്റുമോ? ഇല്ല. കണ്ടക്ടറിലൂടെ മാത്രമേ ചാർജ് ഒഴുകാൻ കഴിയുള്ളൂ. ഇത് ചാർജ് അല്ല ഒഴുകുന്നത്, പകരം എന്താണ്? ഇവിടെ കറണ്ട് ഒഴുകുന്നത്. ചാർജ് അല്ല ഒഴുകുന്നത്, പകരം കറണ്ട് ഒഴുകും. അതെങ്ങനെ സംഭവിക്കും? അതാണ് പറയുന്നത്. നോക്ക്, ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഐ ഡി എന്ന് പറയും. സോ സാധാരണ കറണ്ട് എങ്ങനെയാണ്? ചാർജിന്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് കറണ്ട്. ഇവിടെ ചാർജ് ഒഴുകുകയല്ല ചെയ്യുന്നത്, പകരം ഇവിടെ ചാർജ് ആണോ ഒഴുകുന്നേ? അല്ല, പകരം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ, അതായത് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വ്യതിയാനം മൂലം ഇവിടെ ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നിങ്ങൾ ഫാരഡേസ് ലോയിലും പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷൻ മൂലം എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ഓർമ്മയുണ്ടോ മക്കളെ? നിങ്ങൾ പഠിച്ചെന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷൻ മൂലം കറണ്ട് ഉണ്ടാവും. നമുക്ക് പഠിച്ചതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചതാണ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി പഠിച്ചാണോ? ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് മൂലം എന്തുണ്ടാവും? ഇ എം എഫ് ഉണ്ടാവും. സോ ഇ എം എഫ് ഡിവൈഡ് ബൈ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഡിവൈഡ് ബൈ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ആർ. സോ ഇവിടെ കറണ്ട് ഉണ്ടായില്ലേ? ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ കറണ്ട്. ഇത് വിളിക്കും കണ്ടക്ഷൻ കറണ്ട്. സോ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പിയിലൂടെ അല്ലെങ്കിൽ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ കറണ്ട്. സോ ഈ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്ന കറണ്ടാണ് കണ്ടക്ഷൻ കറണ്ട്. ഇത് കമ്പിയിലൂടെയൊക്കെ നമ്മൾ സാധാരണ ലൈനിലൂടെയൊക്കെ കടന്നു പോകുന്ന കറണ്ട് എന്താണ്? കണ്ടക്ഷൻ കറണ്ട് ആണ്. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഇനിയാണെങ്കിൽ നമുക്കറിയാം
കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ആ EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. സോ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കറണ്ട് കിട്ടി. സോ ഈ കറണ്ട് എന്ത് ചെയ്യും? നമ്മുടെ കണ്ടക്ടറിലൂടെയാണെങ്കിൽ കടന്നു പോകും. പക്ഷെ ഇവിടെ ആണെങ്കിൽ എയറിലൂടെയും കടന്നു പോകും. അതെന്താണ്? ആ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ കറണ്ട് വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എ കറണ്ട് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണ് കണ്ടക്ഷൻ കറണ്ട്? എന്താണ് നമ്മൾ സാധാരണ പഠിച്ച കണ്ടക്ഷൻ കറണ്ട്? എന്താണ്? എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എ കറണ്ട് കോൾഡ് കണ്ടക്ഷൻ കറണ്ട്. സോ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന കറണ്ടാണ് കണ്ടക്ഷൻ കറണ്ട്. ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് സഞ്ചരിക്കാൻ ആരുടെ ആവശ്യമില്ല? ആ മീഡിയത്തിന്റെ ആവശ്യമില്ല. അതെന്ത് ചെയ്യും? വാക്യത്തിലൂടെയും ആര് സഞ്ചരിക്കും? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് സഞ്ചരിക്കും. മനസ്സിലായ മക്കളെ? ഇവിടെ കണ്ടക്ടറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇടിമിന്നൽ എക്സാമ്പിൾ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എക്സാമ്പിൾ ആണ് ഇടിമിന്നൽ. സോ കമ്പിയിലൂടെ അല്ലാതെയും കറണ്ട് എന്ത് ചെയ്യും? സഞ്ചരിക്കും. മനസ്സിലായോ? അപ്പൊ കപ്പാസിറ്ററിന്റെ ഇടയിൽ കറണ്ട് ഉണ്ടോ? ഉണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കറണ്ട് ഇല്ല എന്നാ പഠിച്ചത്. സോ എ സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? കറണ്ട്. എന്ത് കറണ്ടാണ് ഉണ്ടാവുന്നേ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകും. സോ മാക്സ്വെല്ലിന് മനസ്സിലായി. നമ്മൾ വിചാരിച്ചത് തെറ്റാണ്. കപ്പാസിറ്ററിന്റെ ഇടയിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞത് എന്താണ്? തെറ്റാണ്. കപ്പാസിറ്ററിന്റെ ഇടയിൽ എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ ആണോ മക്കളെ? ഇത്രയും കാര്യം മനസ്സിലായോടാ? ശരി, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ തിരുത്തൽ ഉണ്ടാക്കണം. ശരിയാണോ? മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ തെറ്റെന്ന് പറഞ്ഞത് അത് തിരുത്തണം. അപ്പം അദ്ദേഹം തിരുത്തി എങ്ങനെ നോക്കാൻ പോവാണ്. എങ്ങനെയാണ് ഇക്വേഷനെ തിരുത്തിയത്? നോക്കില്ലേ മക്കളെ, നമുക്കറിയാം ആംപിയേഴ്സ് ലോ അനുസരിച്ച്, ആംപിയർ സർക്യൂട്ടൽ ലോ ACL അനുസരിച്ച് ECL എന്താ പറഞ്ഞേ? ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I എന്നാണ്. അദ്ദേഹമാണെങ്കിൽ ഈ I യെ സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പോവുകയാണ്. അദ്ദേഹം ഈ I യെ രണ്ട് രീതിയിൽ പറയുകയാണ്. ഒന്ന് IC, മറ്റൊന്ന് ID. പറഞ്ഞ മക്കളെ, എന്തായിരിക്കും ഇവിടെ IC എന്ന് പറഞ്ഞാൽ? ആ കണ്ടക്ഷൻ കറണ്ട് ആണ്. ഇതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ശരിയാണോ? സോ ഇക്വേഷൻ അദ്ദേഹം മോഡിഫൈ ചെയ്യുകയാണ്. എങ്ങനെയാ മോഡിഫൈ ചെയ്തേ? ലൈൻ ഇന്റഗ്രൽ B.dl അതുപോലെ എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? IC പ്ലസ് ID എന്ന് പറഞ്ഞു. IC പ്ലസ് ID എന്ന് പറഞ്ഞു. സോ I യെ അദ്ദേഹം രണ്ടായിട്ട് മുറിച്ചു, IC പ്ലസ് ID എന്നാക്കി. നമുക്കറിയാം ഈ ഐഡിന്റെ വാല്യൂ എത്രയാണ്? ഐഡിന്റെ വാല്യൂ എത്രയാണ്? അത് ε0 ഇൻറ്റു d∅e ഡിവൈഡ് ബൈ dt. ശരിയാണോ? അതായത് ആ ε0 ടൈംസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യാം, വീണ്ടും ഇതിനെ മോഡിഫൈ ചെയ്തുകൂടെ? വീണ്ടും മോഡിഫൈ ചെയ്യാം. എങ്ങനെയാ മോഡിഫൈ ചെയ്യുന്ന പറഞ്ഞേ? അപ്പോൾ മാക്സ്വെൽ പറഞ്ഞു ലൈൻ ഇന്റഗ്രൽ ഓഫ് magnetic field intensity over a closed surface which is equal to μ0 times of IC conduction current plus displacement current പകരം അതിന്റെ വാല്യൂ പറഞ്ഞു ε0 into d∅e divided by dt. ഇതെന്താ മക്കളെ? ഇതാണ് കണ്ടക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ ആണോ? സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, കണ്ടക്ഷൻ കറണ്ട്. അപ്പോൾ കപ്പാസിറ്ററിന്റെ പുറത്താണെങ്കിൽ കപ്പാസിറ്ററിന്റെ ഇതാണ് എൻ്റെ മോഡിഫിക്കേഷൻ കേട്ടോ. പെട്ടി വരച്ചിട്ട് പഠിച്ചോ. എന്താണ് ഇതിൻ്റെ? മാക്സ്വെല്ലിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. മാക്സ്വെൽ ഇങ്ങനെയാണ് മോഡിഫൈ ചെയ്തത്. ആംപിയർ സർക്യൂട്ട് ലോയെ മോഡിഫൈ ചെയ്തത് ഇങ്ങനെയാണ്. ശരി, ഇനി നോക്ക് മക്കളെ, ഇനി നോക്കടാ. ഇവിടെയാണെങ്കിൽ മാക്സ്വെൽ ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് കപ്പാസിറ്റർ ആണല്ലോടാ, ഇത് കപ്പാസിറ്റർ ആണ്. ഇതാണെങ്കിൽ AC കണക്ട് ചെയ്തു, കറണ്ട് ഇങ്ങനെ പോവുകയാണ്. ഈ കറണ്ട് എന്താണ്? IC ആണ്. ഇവിടെ ID ഉണ്ടോ? ഇല്ല. ഇത് IC ആണ്. സോ IC ഇങ്ങനെ വരും. ഈ IC ഇവിടെ എന്തായിട്ട് മാറും? ഇത് ID ആയിട്ട് ഇവിടെ മാറും. വീണ്ടും എന്ത് ചെയ്യും? കണ്ടക്ടറിലേക്ക് പോകും. വീണ്ടും എന്തായിട്ട് മാറും? അത് IC ആയിട്ട് മാറും. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് IC ആർക്ക് ഈക്വൽ ആണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് IDക്ക് ഈക്വൽ ആണ്. അതായത് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും.
കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും. സോ IC ഉള്ളപ്പോൾ ആര് കാണുകയില്ല? ID കാണുകയില്ല. ID ഉള്ളപ്പോൾ ആര് കാണുകയില്ല? IC കാണുകയില്ല. സോ ഈ രീതിയിലാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? കപ്പാസിറ്ററിലൂടെ കറണ്ട് AC കൊടുത്താൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. എവിടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? AC-യിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. DC-യിൽ വർക്ക് ചെയ്യുമോ? ഇല്ല, അത് DC-യിൽ വർക്ക് ചെയ്യില്ല. കാരണം DC എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് കറണ്ട് ആണ്. അവിടെ ഒരിക്കലും ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവുകയില്ല. സോ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? DC-യിൽ ഫോർ DC ആണ് കൊടുക്കുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും. സോ അതുകൊണ്ട് DC-യിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ DC-യിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വാല്യൂ എത്രയാണ്? 0 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത് എവിടെ വർക്ക് ചെയ്യുന്നത്? AC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ കോൺസെപ്റ്റ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. പറഞ്ഞേ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഇന്നെ ചാർജ്ഡ് കപ്പാസിറ്റർ, ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിൽ കണ്ടക്ഷൻ കറണ്ട് ഫ്ലോ ഇൻ ദ വയേഴ്സ്. കണ്ടക്ഷൻ കറണ്ട് എന്ത് ചെയ്യും? കണ്ടക്ഷൻ കറണ്ട് വയറിലൂടെ ഒഴുകുന്ന കറണ്ടാണ് കണ്ടക്ഷൻ കറണ്ട്. ബട്ട് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് there is no charge flow. പ്ലേറ്റ്സിന് ഇടയിൽ എന്തില്ല? ചാർജിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ഇൻസ്റ്റഡ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഗ്യാപ്പ് പ്രൊഡ്യൂസ് എ കറണ്ട്. ഇവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇവിടെയാണെങ്കിൽ ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസസ് എ കറണ്ട്. ഈ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് പ്രൊഡ്യൂസസ് എ കറണ്ട്. ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? എ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എ കറണ്ട് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ ആണോ? ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും മക്കളെ? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നോക്കടാ, നമ്മൾ പഠിച്ച കണ്ടക്ഷൻ കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ വ്യത്യാസമാണ്. ഓക്കെ, കണ്ടക്ഷൻ കറണ്ട് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്തൊക്കെ വ്യത്യാസമുള്ളത്? കണ്ടക്ഷൻ കറണ്ട് ഉണ്ടാവുന്നത് എന്തുവാണ്? ഡ്യൂ ടു ദ ആക്ച്വൽ ഫ്ലോ ഓഫ് ചാർജസ്. ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഒഴുകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കറണ്ടാണ് കണ്ടക്ഷൻ കറണ്ട്. സോ കണ്ടക്ഷൻ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം dQ ഡിവൈഡ് ബൈ dt. ശരിയാണോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിന്റെ ഫ്ലോയുടെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇത് എവിടെ ഉണ്ടാവണേ? കണ്ടക്ടേഴ്സിലൂടെയാണ് ഒഴുകുന്നത്? കണ്ടക്ഷൻ കറണ്ട് ഒഴുകുന്നത്. ഇനി എന്താ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് നോ റിയൽ ചാർജ് മൂവ്. ഒരിക്കലും റിയൽ ചാർജ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കപ്പാസിറ്ററിന്റെ ഇടയിലാണെങ്കിൽ റിയൽ ചാർജ് ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല. പകരം എന്താണ്? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടോ? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. ഇത് മൂലം എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഒഴുകും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഫോർമുല എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ε0 ടൈംസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ ആണോ? എക്സസ് ഇൻ കപ്പാസിറ്റർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഫ്രീ സ്പേസിലൂടെ എയറിലൂടെയും കപ്പാസിറ്ററിന്റെ ഗ്യാപ്പിലൂടെയൊക്കെ എന്തുണ്ടാവും? ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ കഴിയും. മക്കളെ മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ മാക്സ്വെൽ ആണെങ്കിൽ മനസ്സിലാക്കിയ കാര്യം ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് നോക്ക്, ഇവിടെ മാറ്റി പറയാം, ഇങ്ങോട്ട് മാറ്റി പറയാം. ഓക്കെ, മാക്സ്വെല്ലിന് മനസ്സിലായ കാര്യം ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ട് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇല്ലേ? കറണ്ട് ഉറപ്പായിട്ട് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞേ ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? ടൈം വേരിയിങ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ടൈം വേരിയിങ് കറണ്ട് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ചിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മ്യൂച്വലി എന്താണ്? റിലേറ്റഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പായും അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലും ചേഞ്ച് ഉണ്ടാക്കും. മനസ്സിലായോ? വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഉറപ്പായിട്ട് കറണ്ട് ഉണ്ടാക്കാൻ കഴിയും.
ആ കറണ്ടിനാണെങ്കിൽ എന്തായിട്ട് മാറാൻ കഴിയും? ആ ഇലക്ട്രിക് ഫീൽഡായിട്ട് മാറാൻ കഴിയും. ഇത് മ്യൂച്വലി റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി മാക്സ്വെല്ലിന്. അങ്ങനെ അദ്ദേഹമാണെങ്കിൽ കുറേ ഇക്വേഷൻസിനെ കളക്ട് ചെയ്തു. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസിനെ അദ്ദേഹം കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു മാക്സ്വെൽസ് ഇക്വേഷൻ. നോക്കൂ മക്കളെ, ഫാരഡേ എന്താ പറഞ്ഞേ? ഫാരഡേസ് ലോ എന്താ പറഞ്ഞത്? ഫാരഡേസ് ലോ, എ ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസേഴ്സ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. ശരിയാണോ? നോക്ക്, E which is equal to minus d phi b divided by dt ആണ്. എന്താണ് E എന്ന് പറഞ്ഞാൽ? വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ആണിത്. സോ വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ഡിവൈഡ് ബൈ ഡി ടി ആണ്. എന്താണ് വോൾട്ടേജ് എന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത് വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി ആർ ആണ്. അത് പഠിച്ചതാണ്. ഡി വി ഡിവൈഡ് ബൈ ഡി ആർ, ഡി വി ഡിവൈഡ് ബൈ ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഇ. ശരിയാണോ? നെഗറ്റീവ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. എവിടെ പഠിച്ചതാണ്? നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതാണ്. വി ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. പഠിച്ചതാണ് അവിടെ. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കാണെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഈ വിക്ക് പകരം നമുക്ക് എങ്ങനെ പറയാം? ഇ ഡോട്ട് ഡി ആർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ എന്ന് പറയാം, അല്ലെങ്കിൽ എൽ എന്ന് പറയാം. ഇവിടെ കണ്ടക്ടർ ആണ് എൽ എന്ന് പറയാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ഡിവൈഡ് ബൈ ഡി ടി. ഇതെന്താ? വോൾട്ടേജ് ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? വോൾട്ടേജ്. ഇതിന്റെ മീനിങ് എന്താണ്? വോൾട്ടേജ് എന്നാണ്. സോ വോൾട്ടേജ് നോക്ക്, ഇതിനെ ഇവിടെ കൊണ്ടുപോവാം, അപ്പം ഡി വി കിട്ടും, ഇന്റഗ്രേറ്റ് ചെയ്യും, അപ്പോൾ വി കിട്ടും. സോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് പറയുന്നത് എന്താണത്? വോൾട്ടേജ് ഇ എം എഫ് എന്നാണ്. സോ ഇവിടെയാണെങ്കിൽ നോക്ക്, ഈ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ടാക്കാൻ കഴിയുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. കേട്ടോ, ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ആര് പറയണേ? നമ്മുടെ മൈക്കിൾ ഫാരഡേസിന്റെ ലോ പറയുന്നത് എന്താണ്? എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. കേട്ടോ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ മാക്സ്വെൽസ് ലോ എന്താ പറയുന്നത്? ഇപ്പൊ മാക്സ്വെൽ കണ്ടുപിടിച്ച ആംബിയർ സർക്കിളിലൂടെ കറക്ഷൻ എന്താ പറയണേ? ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഓഫ് ഐ സി പ്ലസ് എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈ ഇ ഡിവൈഡ് ബൈ ഡി ടി. എന്താ പറഞ്ഞിരുന്നേ? ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ടാക്കാൻ കഴിയും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. സോ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യം പറഞ്ഞ ആരാണ്? ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോ എന്താ പറഞ്ഞേ? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ മാക്സ്വെൽസ് ലോയിലാണെങ്കിൽ കറക്ഷൻ എന്താ പറഞ്ഞേ? ആംബിയർ സർക്കിളിലൂടെ കറക്ഷൻ എന്താ പറഞ്ഞേ? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ഇഫക്റ്റ് എന്തൊക്കെയാണ്? These two effects together imply that electric and magnetic fields can continuously generate each other. ഇതാണ് വലിയ കണ്ടുപിടുത്തം. ഇതാണ് പറഞ്ഞേ, ആ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെയും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇലക്ട്രിക് ഫീൽഡിന് ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും, ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡിനെയും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദീസ് സെൽഫ് സസ്റ്റൈനിങ് പ്രോസസ് എന്താണ്? സെൽഫ് സസ്റ്റൈനിങ് ആണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നവയാണത് ഇവയ്ക്ക്. അതായത് ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കാൻ കഴിയും, ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കാൻ കഴിയും. ആരുടെ സഹായം വേണ്ടതിന്? പ്രൊഡ്യൂസസ് ദ റൈസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ട്രാവൽ ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ ലൈറ്റിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ ലൈറ്റിന്റെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവയ്ക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും. അതായത്
ഇവിടെയാണെങ്കിൽ രണ്ട് ഫീൽഡ് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ടൈം വേരി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ രണ്ട് ഫീൽഡ് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ടൈം വേരി ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതെന്ത് ചെയ്യും? സെൽഫ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്ത് സ്പീഡിലാണ്? സ്പീഡ് ഓഫ് ലൈറ്റിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ മാക്സ്വെല് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കണ്ടെത്തുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഗവേൺ ചെയ്യുന്ന കുറെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ അദ്ദേഹം കളക്റ്റീവായിട്ട് പറഞ്ഞു. എന്ത്? മാക്സ്വെൽസ് ഇക്വേഷൻ. ഇത് പറഞ്ഞു മാക്സ്വെൽസ് ഇക്വേഷൻ. നോക്കടാ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണിത്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇതെന്താണ്? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇതാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താണിത്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് അത് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ടൈം വേരി ഇലക്ട്രിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ടൈം വേരി ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഇത് എങ്ങനെയാണ് മക്കളെ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇതിങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. സ്പീഡ് ഇങ്ങനെ പോകും. ഈ സ്പീഡിൽ അതിങ്ങനെ സഞ്ചരിക്കും. ഓക്കെ ആണോ? സോ ഇലക്ട്രിക് ഫീൽഡ് Y ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് BX ആണ്. പ്രൊപ്പഗേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? Z ആക്സിൽ എന്ത് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യും. മനസ്സിലായോ മക്കളെ? അതിങ്ങനെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. ശരി, മാക്സ്വെൽ ഇത്തരം ഇക്വേഷൻസിനെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു മാക്സ്വെൽസ് ഇക്വേഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസിനെയും മാക്സ്വെൽ കളക്ട് ചെയ്തു. എന്നിട്ട് അത്തരം ഇക്വേഷൻസിനെ മാക്സ്വെൽ വിളിച്ച പേരാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. സോ മാക്സ്വെൽസ് ഇക്വേഷൻ ഏതൊക്കെയാണ്? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താ പറയണേ? സർഫസ് ഇന്റഗ്രൽ ഓഫ് E dot ds which is equal to ഫ്ലെക്സ് ആണ് Q divided by epsilon 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഗോസസ് ലോ. ഇനിയാണെങ്കിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അതെന്താ പറഞ്ഞേ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് B dot ds which is equal to 0. നോക്കേ, ഇവിടെ E dot ds ആണ്, ഇവിടെ B dot ds ആണ്. ഇവിടെ ആകെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ എത്രയാണ്? Q divided by epsilon 0 ആണ്. ഇവിടെ ആകെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അടുത്തത് EMF which is equal to ഫാരഡേസ് ലോ പറഞ്ഞ എന്താണ്? ഫാരഡേസ് ലോ EMF which is equal to എന്താണ്? മൈനസ് d∅b divided by dt ആണ്. ഇനിയാണെങ്കിൽ ഇത് വോൾട്ടേജ് ആണ്. വോൾട്ടേജിന് പകരം എന്ത് പറയാം? നമ്മൾ ഇത് പറഞ്ഞതാണ് dV divided by dr which is equal to E ആണ്. സോ dV which is equal to E dot dr ആണ്. ഇവിടെ V which is equal to ഇന്റഗ്രൽ E dot dr അല്ലെങ്കിൽ dl. പൊട്ടൻഷ്യലിന് പകരം എന്ത് പറയാം? പൊട്ടൻഷ്യലിന് പകരം പറയാം E dot dl. സോ ഇന്റഗ്രൽ E dot dl which is equal to മൈനസ് d∅b divided by dt. ഇതെന്താണ്? ഇത് ഫാരഡേസ് ലോ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ശരിയല്ലയോ? എന്താ പറഞ്ഞിരുന്നേ? ഒരു ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇനിയാണെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് ആംബിയർ സർക്യൂട്ട് ലോ അതെന്താ പറഞ്ഞേ? മോഡിഫൈഡ് ഫോം എന്താ പറയണേ? ഇന്റഗ്രൽ B dot dl which is equal to mu0 times of 2i ഉണ്ട് IC plus ID. ഐഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ലോ കിട്ടും. സോ ഇങ്ങനെ എത്ര ലോ ഉണ്ട്? 1, 2, 3, 4. ഈ 4 ലോ ഏതൊക്കെയാണ്? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ഫാരഡേസ് ലോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ മോഡിഫൈഡ് ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ. ഈ 4 നിയമങ്ങളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറഞ്ഞു, ഈ ഇക്വേഷൻസിനെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറഞ്ഞു മാക്സ്വെൽസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. ഈ 4 നിയമങ്ങൾ വെച്ചിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോറി, ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് സ്വിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. സോ എനിക്ക് തോന്നുന്നു ഇതോടുകൂടിയാണെങ്കിൽ നമ്മൾ ഒരു വലിയ ഭാഗം, അതായത് മാക്സ്വെൽ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കണ്ടെത്തിയത്, ഡിസ്പ്ലേസ്ഡ് കറന്റ് എന്താണ്, ആ കോൺസെപ്റ്റ് എങ്ങനെ വന്നു, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.